Hello guys, welcome to Denmaster Dental Academy lectures. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് ഫുൾ പവർ. നമ്മൾ മൈക്രോബയോളജി ആണ് നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കറക്റ്റ് ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ടാവുക. നമ്മുടെ ഇനിഷ്യൽ ഷെഡ്യൂളിൽ വരുന്നത് മൈക്രോബയോളജി ആണ്. നമ്മുടെ ഇനിഷ്യൽ ക്ലാസ്സസ് എല്ലാം മൈക്രോബയോളജിയുമായി ബന്ധപ്പെട്ടതായിരിക്കും. നമ്മൾ അത് ഷെഡ്യൂൾ കഴിഞ്ഞ് മൈക്രോബയോളജി കഴിഞ്ഞ് ഫാർമക്കോളജി, ദെൻ ഡെന്റൽ മെറ്റീരിയൽസ്, ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ പത്തോളജി. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മൈക്രോബയോളജി എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഇടയിൽ ടൈം കിട്ടുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. നമ്മൾ ഇനിഷ്യൽ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇറ്റ്സ് അബൌട്ട് ദ മോർഫോളജി ഓഫ് ബാക്ടീരിയ. നമ്മൾ ഇനിഷ്യൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരു കൺസൈസ് ക്ലാസ്, ഒരു ചെറിയൊരു ക്ലാസ്, ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുക. ഇറ്റ്സ് അബൌട്ട് ദ മോർഫോളജി ഓഫ് ബാക്ടീരിയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. മോർഫോളജി ഓഫ് ബാക്ടീരിയ ഓർ മോർഫോളജി ഓഫ് ആൻ ഇൻഡിവിജ്വൽ സെൽ ഒക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ മുതൽ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു ബേസിക്സ്, ഒരു റിഫ്രഷ്മെന്റ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. വി ആർ മൂവിങ് ഓൺ ടു ദ മോർഫോളജി ഓഫ് ബാക്ടീരിയ. എന്താണ് ഒരു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം. ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് ബാക്ടീരിയ. And it is a free living microscopic organism. Free living ആണ്, and it is a microscopic organisms. അതായത് നമുക്ക് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്കൊരു ബാക്ടീരിയനെ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ മൈക്രോബയോളജിയിൽ കുറെ പേരെങ്കിലും കുറച്ചൊക്കെ സ്റ്റെയിനിങ് പ്രൊസീജിയറും അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കോളേജുകളിലെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് മനസ്സിലാവുക കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഈ ഒരു ദ മോർഫോളജി ഓഫ് ബാക്ടീരിയയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതിന്റെ അകത്തുള്ള ഈ ഒരു സെൽസിന്റെ അകത്ത്, ബാക്ടീരിയൽ സെല്ലിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ്. നമുക്ക് അതിന്റെ അകത്ത് എല്ലാത്തിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുള്ളൂ. എസ്എ ലെവലിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും ചോദിക്കില്ല. മാക്സിമം ഒരു 5 മാർക്ക്, അതിൽ കൂടുതൽ ഒരിക്കലും പോവില്ല. അപ്പൊ എന്ത് പറ്റും, നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. 5 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 10 to 15 പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ആ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ, ഓരോ സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു രീതി തന്നെയായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം. ഇറ്റ് ഈസ് ഫ്രീ ലിവിംഗ് ആൻഡ് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓർ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്. ഇറ്റ് പോസസ് ബോത്ത് DNA and RNA. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് എവിടെയുണ്ട്, ഇത് എവിടെയാണ് ഈ ബാക്ടീരിയ, ഓരോ ബാക്ടീരിയയും ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? നമ്മൾ എവിടെ എടുത്തു നോക്കി കഴിഞ്ഞാലും, ഒരു നാച്ചുറൽ എൻവയോൺമെന്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ബാക്ടീരിയ 100% ഉണ്ടായിരിക്കും. നമ്മൾ സ്റ്റെറിലൈസ്ഡ് ആയിട്ട്, വെൽ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഫീൽഡുകളിൽ മാത്രമേ ബാക്ടീരിയ ഇല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാ ഫീൽഡിലും, നാച്ചുറൽ എൻവയോൺമെന്റിലെല്ലാം നമുക്ക് ബാക്ടീരിയകളെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിലായിട്ട് നമ്മൾ ബാക്ടീരിയയിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന്റെ സൈസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണ്. നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ നന്നായിട്ട് സ്റ്റെയിൻ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ബാക്ടീരിയയെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ ഷേപ്പ് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കോക്കൈ, സ്പൈറൽ, then ബാസിലസ്, വിബ്രിയോ, then the actinomyces, spirochetes, mycoplasma, ഇതുപോലെയുള്ള പല ഷേപ്പുകളും നമുക്ക് ഒരു ബാക്ടീരിയയുടെ മോർഫോളജിക്കൽ ഷേപ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ +1 +2 ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. Then ഇനി എന്താണ്, what is the structures present in a bacteria? ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഒരു ബാക്ടീരിയയിൽ കാണുക? First the flagella, then DNA or RNA നമുക്ക് കാണാൻ സാധിക്കും. ഗ്രാനുലാർ ഇൻക്ലൂഷൻസ്, സെൽ വാൾ, പ്ലാസ്മിഡ്, ക്യാപ്സ്യൂൾ, സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, റൈബോസോംസ്, പൈലൈ, ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്കൊരു ബാക്ടീരിയയുടെ സെല്ല്, ഒരു ബാക്ടീരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വാട്ട് ആർ ദ സ്ട്രക്ചേഴ്സ് പ്രസന്റ് ഇൻ എ ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതിനകത്ത് ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട്, നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഫ്ലജെല്ല, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. That cell wall, it is very 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 important.
സെൽ വാൾ. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ഷോർട്ട് എസ്സേ വരെ ചോദിക്കുള്ളൂ മാക്സിമം. അത് ചോദിച്ചാൽ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ സെൽ വാളുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്കൊരു ഷോർട്ട് എസ്സേ ഒരു ലെവലിൽ ചോദിക്കുള്ളൂ. 5 മാർക്ക് ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, then it's about plasmid is also important, capsule is also important, then the pili. ഇത്രയും കാര്യങ്ങളുടെയാണ് നമുക്ക് ഡീറ്റെയിൽ വ്യൂ അറിഞ്ഞിരിക്കേണ്ടത്. ഫ്ലജെല്ല, സെൽ വാൾ, പ്ലാസ്മിഡ്, ക്യാപ്സ്യൂൾ ആൻഡ് പൈലൈ. ദെൻ നമ്മളുടെ ബാക്ടീരിയ, ചില ബാക്ടീരിയകൾ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ സ്പോർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ സ്പോർ അതെന്താണെന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ ഫ്ലജെല്ല. നമ്മൾ ആദ്യം ഫ്ലജെല്ലയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, ഫ്ലജെല്ല എന്ന് പറഞ്ഞാൽ ഒരു ലോങ് സ്ലെൻഡർ തിൻ ഹെയർ ലൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്താണ് നമുക്കറിയാമല്ലോ അല്ലെ. ഈ ഒരു സൈറ്റോപ്ലാസത്തിന്റെ തിൻ ലോങ് എക്സ്റ്റൻഷൻ ആണ് നമ്മൾ ഫ്ലജെല്ല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഓർഗൻ ഓഫ് ലോക്കോമോഷൻ. ഈ ബാക്ടീരിയ മൂവ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലജെല്ലയുടെ മൂവ്മെന്റ് അനുസരിച്ചാണ്. ഇറ്റ് ഈസ് ദ ഓർഗൻ ഓഫ് locomotion, flagella. Okay, then it is made up of an important protein called flagellin. ഫ്ലജെല്ല എന്ന് പറയുന്നത് എന്ത് വെച്ചുണ്ടായിരിക്കുന്നത്? ഫ്ലജെല്ലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വെച്ചിട്ടാണ് ഈ ഫ്ലജെല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, then it has 3 parts. ഒരു ഫ്ലജെല്ലയ്ക്ക് 3 പാർട്സ് ഉണ്ട്. ഓക്കെ, 3 പാർട്സ്. ഫസ്റ്റ് പാർട്ട് ഈസ് ദ ഫിലമെന്റ്. ഒരു ഫിലമെന്റ് ഉണ്ട്. Okay, first part is the filament, then the basal, then the hook. It is the hook. First part is the filament, then the hook, then the basal body. Basal body is surrounded by some rings. അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതിന് റിങ് ഏതൊക്കെയാണെന്നൊക്കെ ഉണ്ട്. SLP എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 ടൈപ്സ് ഓഫ് റിങ്സ് ആണ് നമുക്ക് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഫ്ലജെല്ലയ്ക്ക് 3 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഈസ് ദ ഫിലമെന്റ്, സെക്കൻഡ് പാർട്ട് ഈസ് ദ ഹുക്ക് ആൻഡ് തേർഡ് പാർട്ട് ഈസ് ദ ബേസൽ ബോഡി. ഈ ബേസൽ ബോഡി ഈസ് കവേർഡ് ബൈ സറൗണ്ടഡ് ബൈ സം റിങ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഫ്ലജെല്ലയുടെ സ്ട്രക്ചറിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ദെൻ വി ആർ മൂവിങ് ഓൺ ടു the flagella, types of flagella. അപ്പൊ ഏതൊക്കെയാണ്? ഫിലമെന്റ്, ഹുക്ക്, ബേസൽ ബോഡി. ബേസൽ ബോഡി is covered by some rings. Okay, then we are moving on to the types of flagella. നമുക്ക് commonly 4 types of flagella ആണ് നമുക്ക് ഒരു ബാക്ടീരിയയിൽ കാണാൻ സാധിക്കുക. അത് ഏതൊക്കെയാണ്? മോണോട്രൈക്കസ്. ഇതാണ് ഒരു ബാക്ടീരിയ. ഈ ബാക്ടീരിയയുടെ ഒരു സൈഡിൽ മാത്രം ഒരു ഫ്ലജെല്ല, ഒരു സൈഡിൽ ഒരു ഫ്ലജെല്ല മാത്രമുള്ള ടൈപ്പ് ഓഫ് ഫ്ലജെല്ലേഷനെയാണ് മോണോട്രൈക്കസ് എന്ന് പറയുന്നത്. മോണോട്രൈക്കസ്. ഓക്കെ, ദെൻ ഈ ഒരു സൈഡിൽ തന്നെ ഒന്നിലധികം ഫ്ലജെല്ല ഉള്ളതിന് ലോഫോട്രൈക്കസ് എന്ന് പറയും. ഇതിനെ എന്താ പറയുക? ലോഫോട്രൈക്കസ്. മോണോ ഒരെണ്ണം ഒരു സൈഡിൽ മാത്രം, ലോഫോ ഒരു സൈഡിൽ ഒന്നിലധികം. ഓക്കെ, ദെൻ ആംഫിട്രൈക്കസ്. ആംഫിട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഒന്ന് അല്ലെങ്കിൽ അതായത് 2 സൈഡിലും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒന്നോ അതിലധികമോ നമുക്ക് 2 സൈഡിലും കാണാൻ സാധിക്കും. ഓക്കെ, അതിനെയാണ് ആംഫിട്രൈക്കസ് എന്ന് പറയുക. Then we are the 4th type is the peritrichus. അതായത് ഒരു സെല്ലിന്റെ എല്ലാ സൈഡിൽ നിന്നും, ഇപ്പൊ ഞാൻ ഇത് ഫ്ലജെല്ല അല്ല, പൈലി വരച്ചിരിക്കുന്നത് പോലെ എല്ലാ സൈഡിൽ നിന്നും ഫ്ലജെല്ല വരുന്നതിനെയാണ് എന്ത് പറയുക? പെരിട്രൈക്കസ് എന്ന് പറയുക. ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് ഫ്ലജെല്ലേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതൊക്കെയാണ്? മോണോട്രൈക്കസ്, ലോഫോട്രൈക്കസ്, ആംഫിട്രൈക്കസ് ആൻഡ് ദ പെരിട്രൈക്കസ് ടൈപ്സ് ഓഫ് ഫ്ലജെല്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലജെല്ലയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ ഇനി എന്താണ് നമ്മൾ അറിയേണ്ടത്? വാട്ട് ഈസ് പൈലൈ? നമ്മൾ ഫസ്റ്റ് ഫ്ലജെല്ല ഇത്രയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഫ്ലജെല്ലയെ കുറിച്ച് പറഞ്ഞത്? സൈറ്റോപ്ലാസത്തിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഫ്ലജെല്ലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്.
മെയ്ഡ് ചെയ്തിരിക്കുന്നത്? അത് ഇറ്റ് ഈസ് ഓർഗൻ ഓഫ് ലോക്കോമോഷൻ. വാട്ട് ആർ ദ പാർട്സ്? ഫിലമെന്റ്, ഹുക്ക് ആൻഡ് ദ ബേസൽ ബോഡി. വാട്ട് ആർ ദ ടൈപ്സ്? മോണോട്രൈക്കസ്, ലോഫോട്രൈക്കസ്, ആംഫിട്രൈക്കസ് ആൻഡ് ദ പെരിട്രൈക്കസ് ടൈപ്സ് ഓഫ് ഫ്ലജെല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്ലജെല്ലയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. മാക്സിമം ഷോർട്ട് നോട്ടേ ചോദിക്കുള്ളൂ. Then we are moving on to പൈലൈ. പൈലൈ എന്ന് പറഞ്ഞാൽ തിൻ ഹെയർ ലൈക്ക് എക്സ്റ്റൻഷൻ ആണ്. അത് തിൻ ഹെയർ ലൈക്ക് എക്സ്റ്റൻഷൻ. ഇറ്റ് ഈസ് മൈക്രോഫൈബ്രിൽസ് ആണ്. മൈക്രോഫൈബ്രിൽസ് എന്താണ് നമുക്ക് അറിയാലോ. മൈക്രോഫൈബ്രിൽസ് ആണ് ഏത്? പൈലൈ. തിൻ ഹെയർ ലൈക്ക് എക്സ്റ്റൻഷൻ ആണ് പൈലൈ. They are thinner. അതായത് നമ്മുടെ ഫ്ലജെല്ലയേക്കാൾ തിൻ ആണ്, ഷോർട്ടർ ആണ്, and more numerous than flagella. ഫ്ലജെല്ല ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പൈലൈനെ കാണാൻ സാധിക്കും. അത് ഫ്ലജെല്ലയേക്കാൾ ചെറുതാണ്, തിന്നാണ്, more numerous than flagella. ഏത്? പൈലൈ. And it is present only in gram negative bacteria. Pylai is seen only in gram negative bacteria. Okay. Then, ini endana adutha point? It is unrelated. They are unrelated to motility. Flagella endayirunnu? It is the organ of locomotion. But the pylai എന്ന് പറഞ്ഞാലും flagella എന്ന് പറഞ്ഞാലും extension തന്നെയാണ്. പക്ഷേ പൈലൈ is not for locomotion. പൈലൈ is for the adhesion. അതായത് നമ്മുടെ ഈ ബാക്ടീരിയക്ക് എവിടെയെങ്കിലും പോയി പിടിച്ചിരിക്കണമെങ്കിൽ ആ പിടിച്ചിരിക്കാൻ വേണ്ടി ഉള്ള ഓർഗൻ ആണ് ഏത്? പൈലൈ. പൈലൈ is the organ of adhesion. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി പൈലൈനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് ഓൾസോ നമ്മുടെ ഫ്ലജെല്ല ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ ഫ്ലജെല്ലിൻ, പൈലൈ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ പൈലൈൻ. പൈലിൻ പ്രോട്ടീൻ വെച്ചിട്ടാണ് പൈലൈ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ പൈലൈനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. മാക്സിമം ഷോർട്ട് നോട്ട് മാത്രമേ പൈലൈനെ കുറിച്ച് ചോദിക്കുകയുള്ളൂ. Then we are moving on to the plasma membrane. Plasma membrane നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. Cytoplasmic membrane or plasma membrane is not as much important in our exam point of view. Okay, cytoplasmic membrane or plasma membrane which separates the cytoplasm from the cell wall. ഓക്കെ, സൈറ്റോപ്ലാസത്തിനെയും സെൽ വാളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മെംബ്രെയിനെയാണ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് പറയുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഈസ് കമ്പോസ്ഡ് ഓഫ് proteoglycan and protein. Proteoglycan and proteins are made. The cytoplasmic membrane is made up of proteoglycan and proteins. What are the functions of cytoplasmic membrane? It acts as a semi-permeable membrane. അതായത് ബാക്ടീരിയയുടെ അകത്തേക്ക് ഒരു സാധനത്തിന് കടന്നു വരണമെങ്കിൽ അതിനൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് ആക്ടി കടത്തി വിടണോ വേണ്ടയോ എന്ന് തടസ്സം വരുത്താനായിട്ട് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യും? The cytoplasmic membrane, and it provides the mechanical strength to the bacterial cell. ബാക്ടീരിയൽ സെല്ലിന് ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുന്നത് ഏതാണ്? സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷന്റെ ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. Then we are moving on to the cytoplasm. സൈറ്റോപ്ലാസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. എന്താണ് സൈറ്റോപ്ലാസം? നമ്മുടെ ഈ സെല്ലിന്റെ ഈ ഒരു സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിന്റെ അകത്ത് കാണുന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓർഗൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുക. അതിനകത്താണ് നമ്മുടെ DNA, ഗ്രാനുലാർ ഇൻക്ലൂഷൻസ്, പ്ലാസ്മിഡ്സ്, റൈബോസോംസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, റൈബോസോംസ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഏതിലാണ് ഉൾക്കൊള്ളുക? സൈറ്റോപ്ലാസം ഓഫ് എ സെല്ലിലാണ് ഉൾക്കൊള്ളുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഇതൊന്നും ഈ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ഒന്നും നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളുടെ അടുത്ത് കൂടുതലായിട്ട് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ലാത്ത
points ആണ്. Okay, then we are moving on to the important part. It is the capsule. The capsule of a bacteria. എന്താണ് ഈ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ? ഈ ഗ്രീനിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ക്യാപ്സ്യൂൾ. എന്താണ് ക്യാപ്സ്യൂൾ? ഈ ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് വന്നതിന് ശേഷം ഇത് പല പ്രൊഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമ്മുടെ സെല്ലിന്റെ പുറത്ത് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ആ ഒരു പ്രൊഡക്ട്സിനെയാണ് നമ്മൾ ബേസിക്കലി സിമ്പിൾ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയുക. ബാക്ടീരിയ സിന്തസൈസ് ലൂസ് അമോർഫസ് ഓർഗാനിക് എക്സോപോളിമർ. ഒരു എക്സോപോളിമർ, അതായത് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് വന്നിട്ട് നമ്മുടെ സെല്ലിന്റെ ബാക്ടീരിയൽ സെല്ലിന്റെ പുറത്തൊട്ടി പിടിച്ചിരിക്കും. അതിനെയാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുക. ഓക്കെ, ഈ ക്യാപ്സ്യൂൾ ഇസ് കമ്പോസ്ഡ് ഓഫ് കോംപ്ലക്സ് പോളിപെപ്റ്റൈഡ്സ്, പോളിസാക്കറൈഡ്സ്. അതായത് എന്തൊക്കെയാണ് ഈ ക്യാപ്സ്യൂൾ മേഡ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ വെച്ചിട്ടാണ് ഈ ക്യാപ്സ്യൂൾ ഉണ്ടായിരിക്കുന്നത്? പോളിസാക്കറൈഡ്സ്, പോളിപെപ്റ്റൈഡ്സ് ഒക്കെ വെച്ചിട്ടാണ്. പോളിസാക്കറൈഡ്സ്, പോളിപെപ്റ്റൈഡ്സ് ഒക്കെയാണ് ഈ പ്രൊഡക്ട്സ് ഉണ്ടാവുന്നത്. ഇത് വന്നിട്ടാണ് നമ്മുടെ സെല്ലിനെ പുറത്തൊട്ടി പിടിച്ചിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയുക. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് polysaccharides and polypeptides. Sometimes the capsular material is loosely associated with the bacterium. ചില സമയങ്ങളിൽ ഈ ബാക്ടീരിയൽ സെൽ വാൾ, ബാക്ടീരിയൽ ക്യാപ്സ്യൂള് ലൂസ്ലി അറ്റാച്ച്ഡ് ടു ദ സെൽ ആണെങ്കിൽ അത് എന്ത് പറ്റും? അത് ഡിറ്റാച്ച് ചെയ്ത് പോകും അല്ലെ, എയർലി വാഷ് ചെയ്ത് പോകും. അതായത് നമ്മുടെ ക്യാപ്സ്യൂളില് ചില സമയങ്ങളിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോട്ടീൻസ് ആൻഡ് പോളിസാക്കറൈഡ്സ്, പോളിപെപ്റ്റൈഡ്സ് ഒക്കെ ഉണ്ടല്ലോ. ഈ അറ്റാച്ച്മെന്റ് ലൂസ് ആണെങ്കിൽ, അറ്റാച്ച്മെന്റ് അത്ര കട്ടിയില്ലാത്തതാണെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്തു പോകും ചില സമയങ്ങളിൽ ക്യാപ്സ്യൂൾ. ആൻഡ് ദിസ് ലൂസ് ലെയർ ഈസ് കോൾഡ് സ്ലൈം ലെയർ. അങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് പോകുന്ന തിൻ ലെയർ ഓഫ് ക്യാപ്സ്യൂളിനെയാണ് സ്ലൈം ലെയർ എന്ന് പറയുക. ഓക്കെ, അതാണ് ക്യാപ്സ്യൂളിന്റെ ബേസിക് കാര്യങ്ങൾ. And the capsulated bacteria produces smooth colonies. Capsule എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിരിക്കും. ക്യാപ്സ്യൂൾ ഒരു പുറമെ ഒരു കവറിംഗ് ഉള്ളവൻ സ്മൂത്ത് ആയിരിക്കും, അങ്ങനെ ഓർത്തിരിക്കുക. അങ്ങനെ ക്യാപ്സുലാർ കവറിംഗ് ഉള്ളവൻ കുറെ ബാക്ടീരിയ കൂടി ചേർന്ന് ഒരു കോളനി ഉണ്ടാക്കുകയാണ്. This colony is smooth. അതായത് ക്യാപ്സ്യൂൾ ഉള്ള ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോളനീസ് സ്മൂത്തും ക്യാപ്സ്യൂൾ ഇല്ലാത്ത ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോളനീസ് ആർ റഫ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ ക്യാപ്സ്യൂളിന്റെ ബേസിക് അറിഞ്ഞിരിക്കുക. Then what are the functions of a capsule? Capsule, it protects the cell from drying. നമ്മുടെ സെല്ല് ഡ്രൈ ആയി പോകാതിരിക്കാൻ, ഡ്രൈയിങ്, അതായത് നമ്മുടെ സെല്ല് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സെൽ ഫ്രം ഡ്രൈയിങ്. സെല്ല് ഡ്രൈ ആയി പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ക്യാപ്സ്യൂൾ ആണ്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബാക്ടീരിയൽ സെൽ അഗെയിൻസ്റ്റ് ദ ആന്റിബാക്ടീരിയൽ ഏജന്റ്സ്. അതായത് നമ്മളെ ബാക്ടീരിയനെ കൊന്നുകളയാൻ ചിലപ്പോൾ നമ്മൾ പല ഡ്രഗ്സ് കഴിക്കും, പല കാര്യങ്ങളും ആന്റി ബാക്ടീരിയൽ ഏജന്റ്സ്, ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പല ഏജന്റ്സും വരും. ആ ഏജൻസിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ ഈ ബാക്ടീരിയക്ക് ഈ പ്ലാസ്മിഡ് ഉള്ളത് കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്യാപ്സ്യൂളിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. Then we are moving on to the cell wall. It is very 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 important. നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ് സെൽ വാൾ. എന്താണ് സെൽ വാൾ? Cell wall is a rigid structure which gives a definite shape to the cell. നമ്മുടെ ഈ ഒരു ബാക്ടീരിയൽ സെല്ലിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്ന ഒരു ഓർഗൻ ആണ് സെൽ വാൾ. Cell wall, it is made up of approximately 10 to 20 nanometer thickness ലാണ്. 10 to 20 nanometer thickness ആണ് ഒരു സെൽ വാളിനുള്ളത്. It make the rigidity of the cell and the definite shape of the cell. ഇതൊക്കെ കൊടുക്കുന്ന ഏതാണ്? ഒരു സെൽ വാൾ ആണ്. And it is situated between the capsule and the cytoplasmic membrane. നമ്മുടെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനും ക്യാപ്സ്യൂളിന്റെയും ഇടയിലായിട്ടാണ് നമുക്ക് ഒരു സെൽ വാളിനെ കാണാൻ സാധിക്കുക. ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് 10 to 20 nanometer thickness. ആൻഡ് ഈ ഒരു സെല്ല്, ഈ ഒരു ബാക്ടീരിയ സെല്ലിനെ എടുത്ത് നമ്മൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 20 to 30% ഓഫ് ദ വെയിറ്റ് ഓഫ് ദ സെൽ is from the cell wall. സെൽ വാളിൽ നിന്നായിരിക്കും 20 to 30% of dried weight of a bacterial cell.
The cell wall cannot be seen by direct light microscopy. നമ്മൾ നോർമലി എടുക്കുന്ന നമ്മുടെ ലാബിലൊക്കെ വെച്ച് നോക്കുന്ന മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ, ഡയറക്റ്റ് ലൈറ്റ് മൈക്രോസ്കോപ്പി, അതിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെൽ വാൾ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതിലും ഡീപ്പ് ആയിട്ടുള്ള വ്യൂസ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അതാണ് നമുക്ക് അതിന്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് diaminopymelic acid. ഇത് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. diaminopymelic acid, muramic acid and teichoic acid. ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. diaminopylimic acid, pimelic acid and muramic acid, then the teichoic acid. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏതിന്റെ അകത്ത് കാണാൻ സാധിക്കുക, നമ്മുടെ ഒരു സെൽ വാളിന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. They are joined, ഇതൊക്കെ joined together to give rise to a polymeric structure. ഈ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരു നമുക്ക് എന്ത് കിട്ടും, ഒരു polymeric structure കിട്ടും. This polymeric structure is known as the peptidoglycan. ഓക്കെ, അപ്പൊ എന്താണ് ബേസിക്കലി സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ. എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കാൻ? ദ diaminopymelic acid, muramic acid, teichoic acid, ഇതൊക്കെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു പോളിമെറിക് ഫോം കിട്ടും. ഈ പോളിമെറിക് ഫോമിനെയാണ് നമ്മൾ പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുക. The cell wall is made up of the cell wall is made up of peptidoglycans. Okay, peptidoglycan is a major constituent of the cell wall of gram-positive bacteria. ഈ പെപ്റ്റിഡോഗ്ലൈക്കാൻ ആണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ, ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ നമ്മുടെ സ്റ്റെയിനിങ് പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ cell wall is mainly made up of this peptidoglycan. അതായത് അതിന്റെ ഒരു 50 to 90% of gram positive bacterial cell wall is made up of peptidoglycan. പക്ഷെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ 5 to 10% മാത്രമേ ഈ ഒരു പെപ്റ്റിഡോഗ്ലൈക്കാൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ പെപ്റ്റിഡോഗ്ലൈക്കാൻ അത് 50 to 90% ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാൾ മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കാനിൽ നിന്നാണ്. 5 to 10% ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഏതിൽ നിന്നാണ്? പെപ്റ്റിഡോഗ്ലൈക്കാനിൽ നിന്നാണ്. അത് നമുക്ക് പറയാം കേട്ടോ, അത് നമ്മൾ ഡിഫറൻസസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. Then it involves in growth. എന്താണ് ഇതിന്റെ ഫങ്ഷൻസ്? It involves in the growth and cell division of bacteria. ബാക്ടീരിയയുടെ ഗ്രോത്തിന് സെൽ ഡിവിഷൻ ഒക്കെ എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു സെൽ വാളിന്റെ ആവശ്യമുണ്ട്. സെൽ വാളിന്റെ ഫംഗ്ഷൻ ആണ് അതൊക്കെ. It is made for the growth and division of a bacteria. Then it gives rise to the shape of the cell. നമ്മൾ പറഞ്ഞാണ് സെല്ലിന്റെ ഒരു integrity മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതാണ്? സെൽ വാൾ ആണ്. So the shape of the bacteria cell is maintained by the cell wall and it gives rise to the protection of internal structure and acts as a supporting layer. നമ്മുടെ മെയിൻ സ്ട്രക്ചേഴ്സ്, ഈ DNA ആയാലും പ്ലാസ്മിഡ് ആയാലും റൈബോസോംസ് ആയാലും ഇതൊക്കെ നമ്മുടെ സൈറ്റോപ്ലാസത്തിനാണ്. അപ്പം ഇതിന്റെ ഉള്ളിൽ ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ട്. ഈ സാധനത്തിന് ഒരു പ്രൊട്ടക്ഷൻ വേണം. ഈ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആരാണ്? നമ്മുടെ സെൽ വാൾ ആണ്. ഓക്കെ, then we are moving on. What are the next functions? It prevents the rupture of bacteria caused by the osmotic pressure differences. പല ഡിഫറൻസസും, പല എൻവയോൺമെന്റൽ ചേഞ്ചസ്, പല ഓസ്മോട്ടിക് പ്രഷർ ചേഞ്ചസ് ഒക്കെ ഏതിന് വരും? ബാക്ടീരിയക്ക് വരും. ബാക്ടീരിയയുടെ ഗ്രോത്ത് നടക്കുമ്പോൾ വരും. അപ്പൊ ഈ ഒരു ഗ്രോത്ത്, ഈ ഒരു ചേഞ്ച് ഇൻ എൻവയോൺമെന്റ്, ചേഞ്ച് ഇൻ ഓസ്മോട്ടിക് പ്രഷർ ഒക്കെ വന്നു കഴിയുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ അതിനൊരു ശക്തി വേണം, അതൊരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ടാണ് ആര് കൊടുക്കുന്നത്? സെൽ വാൾ കൊടുക്കുന്നത് ഒരു ബാക്ടീരിയക്ക്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ദ സപ്പോർട്ട് ടു ഫ്ലജെല്ല. ഫ്ലജെല്ലയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ആരാണ്? സെൽ വാൾ ആണ്. ആൻഡ് ഇറ്റ് റെഗുലേറ്റ്സ് ദ ഡിഗ്രി ഓഫ് പാസേജ് ഓഫ് മോളിക്യൂൾ ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. അതായത് നമ്മുടെ സെല്ലിനകത്തേക്ക് എന്ത് കയറണം, സെല്ലിന് പുറത്തേക്ക് എന്ത് പോകണം എന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെൽ വാൾ ആണ്. Okay, then it serves as a site of attachment of most bacterial viruses. അതൊക്കെ നമുക്കറിയാം. അതായത് ഇതിന്റെ മോസ്റ്റ് അറ്റാച്ച്മെന്റ്, ബാക്ടീരിയൽ വൈറസസിന്റെ മെയിൻ സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഏതാണ്?
സെൽ വോൾ ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൽ വോളിനെ കുറിച്ച് ബേസിക് ആയിട്ട് അതിന്റെ ബേസിക് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, compare the cell wall structure of gram positive and gram negative bacteria. ഈ ഒരു gram positive ബാക്ടീരിയയുടെയും gram negative ബാക്ടീരിയയുടെയും സെൽ സ്ട്രക്ചർ, അതായത് സെൽ വാൾ സ്ട്രക്ചറിൽ എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഉള്ളത്. അപ്പൊ ആ ഒരു ഡിഫറൻസസ് ഞാനൊരു ടേബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടേബിൾ ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഇതിന്റെ തിക്നെസ്, ഗ്രാം പോസിറ്റീവില് നല്ല തിക്കാണ്, ഗ്രാം നെഗറ്റീവില് തിക്നെസ് കുറവാണ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു പ്രോട്ടിയോഗ്ലൈക്കാന്റെ കാര്യം പറഞ്ഞു. ഏതാണ്? പ്രോട്ടിയോഗ്ലൈക്കാൻ is thicker in gram positive and is thin in gram negative. Okay, 50 to 90% പ്രോട്ടിയോഗ്ലൈക്കാൻ വെച്ചിട്ടാണ് ഗ്രാം പോസിറ്റീവ്, 5 to 10% മാത്രമേ ഗ്രാം നെഗറ്റീവിലുള്ളൂ. ഏത്? പ്രോട്ടിയോഗ്ലൈക്കാൻ. Then the teichoic acid is present in gram positive. Teichoic acid is absent in gram negative. Then the polysaccharides is present in gram positive. The polysaccharide is absent in case of gram negative. അപ്പോൾ teichoic acid, polysaccharide രണ്ടും എന്തിലുണ്ട്? ഗ്രാം പോസിറ്റീവിൽ കാണുന്നുണ്ട്, ഗ്രാം നെഗറ്റീവിൽ കാണുന്നില്ല. Then the lipids, നമ്മുടെ സെൽ വാളിൽ ലിപ്പിഡ്സ് less or absent in case of gram positive. ഗ്രാം പോസിറ്റീവിന്റെ സെൽ വാളിൽ ലിപ്പിഡ്സ് ഒന്നും കാണാനില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചേ കാണുള്ളൂ. പക്ഷേ ഗ്രാം നെഗറ്റീവില് വളരെയധികം ലിപ്പിഡ്സിന്റെ ലെയർ നമുക്ക് കാണാൻ സാധിക്കും. ഏതില്? ഗ്രാം നെഗറ്റീവില്. Then the cell wall is simple in case of gram positive. It is more complex in case of gram negative bacteria. And the outer membrane and periplasmic space. Outer membrane and periplasmic space is absent in case of gram positive bacteria. It is present in case of gram negative bacteria. Okay, the effect of lysozyme. Lysozyme എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയൽ സെല്ലിനെ നശിപ്പിച്ച് കളയുന്ന സെൽസ് എൻസൈമിനെയാണ് നമ്മൾ ലൈസോസൈം എന്ന് പറയുക. The effect of lysozyme is easily destroyed. അതായത് lysozyme is easily destroy the cell, the gram positive bacterial cell, and it is more resistant. The lysozyme നോട് more resistant ആണ് ഏത്? gram negative bacterial cell wall. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ ഒരു ഡിഫറൻസസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ. ബാസിലസ്, ആന്ത്രാസിസ്, ക്ലോസ്ട്രിഡിയം, ടെക്ടനി പോലെയുള്ള ബാക്ടീരിയാസ് ആണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. സാൽമണല്ല, ടൈഫി, എസ്റ്റെറിഷ്യ കോളി പോലെയുള്ള ബാക്ടീരിയ ആണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഗ്രാം പോസിറ്റീവിന്റെയും ഗ്രാം നെഗറ്റീവിന്റെയും സെൽ വാളിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ്? പ്രോട്ടിയോഗ്ലൈക്കാന്റെ കാര്യം നമുക്കറിയാം, തിക്നെസിന്റെ കാര്യം നമുക്കറിയാം, തീക്കോയിക് ആസിഡും പോളിസാക്കറൈഡും ഗ്രാം പോസിറ്റീവിലുണ്ട്, ഗ്രാം നെഗറ്റീവിൽ ഇല്ല. ലിപ്പിഡ്സ് ഗ്രാം നെഗറ്റീവിലുണ്ട്, ഗ്രാം പോസിറ്റീവിൽ ചിലപ്പോൾ ഇച്ചിരി ഉണ്ടാവാൻ, ചിലപ്പോൾ ഉണ്ടാവുകയേ ഇല്ല. Then the cell wall is more simple in case of gram positive. It is more complex in case of gram negative. And the effect of lysozyme is easily destroyed in case of gram positive, more resistant in case of gram negative. ഇത്രയും കാര്യങ്ങൾ ഡിഫറൻസസിൽ ഏതിൽ അറിഞ്ഞിരിക്കുക? ഡിഫറൻസസ് ഓഫ് gram, differences of the structure of cell wall of gram positive and gram negative bacteria. Okay, then we are moving on to the next important topic, next important structure, that is spores. Spore form ചെയ്യുന്നതിനെയാണ് നമ്മൾ sporulation എന്ന് പറയുക. അപ്പൊ ഈ sporulation എവിടെയാണ്? എന്താണ് ഈ സ്പോർ? ഒരു സെല്ല്, നമുക്കൊരു വെജിറ്റേറ്റീവ് സെല്ലുണ്ട്, ഒരു അൺഫേവറബിൾ എൻവയോൺമെന്റ് വന്നു ആ സെല്ലിന്. അപ്പൊ ആ ഒരു സെല്ല് ഒരു സപ്രസ്ഡ് ആയിട്ട് അത് ആരും അറിയാത്ത രീതിയിൽ ഒതുങ്ങി ഒരു പ്രശ്നമില്ലാതെ എന്ത് പ്രശ്നം വന്നാലും അറിയാതിരിക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് സ്പോർ സ്റ്റേജ് എന്ന് പറയുക. അങ്ങനെ സ്പോർ ഫോം ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് സ്പോറുലേഷൻ, ആ പ്രൊസീജിയറിനെയാണ് സ്പോറുലേഷൻ എന്ന് പറയുക. ഒരു സെല്ലിന്റെ ഉള്ളിലാണ് ആദ്യം സ്പോറിന്റെ ഫോർമേഷൻ. ഇറ്റ് ഈസ് ദ എൻഡോസ്പോർ ആണ്. ഈ ഒരു ഇതിന്റെ അകത്തൊരു ആ ഒരു സെല്ലിന്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് ആ ഒരു സ്പോറിനകത്ത് കാണുക. അപ്പൊ ആ ഒരു സ്പോറ് നമ്മളുടെ ഫോം ചെയ്യുന്ന എവിടെയാണ്? സെല്ലിനകത്താണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എൻഡോസ്പോർ. ഓക്കെ, ഇറ്റ് ടേക്സ് അപ്രോക്സിമേറ്റ്ലി 4 to 8 hours ഇൻ എ വെജിറ്റേറ്റീവ് സെൽ. ഒരു വെജിറ്റേറ്റീവ് സെല്ലില്
ഒരു 4 to 8 hours എടുക്കും ഒരു സ്പോർ ഫോം ചെയ്യാനായിട്ട്. Endospores are thick-walled and it is highly refractile bodies that are produced inside the cell. സെല്ലിനകത്താണ് ഫോം ചെയ്യുക. It is thick-walled and it is highly refractile material. Okay, refractile bodies. Then each bacterial spore on germination. ഈ ഒരു സ്പോർ ഒരു അൺഫേവറബിൾ എൻവയോൺമെന്റ് വന്നു സെല്ലിന്, അത് എന്ത് ഫോം ചെയ്തു? ഒരു സ്പോർ ആയിട്ട് അടങ്ങിയിരുന്നു. പക്ഷെ പിന്നീട് ഇത് ഒരു അൺഫേവറബിൾ എൻവയോൺമെന്റ്. ഇത് ഒരു ഫേവറബിൾ എൻവയോൺമെന്റ് വരുമ്പോഴോ ഈ ഒരു സ്പോർ നോർമൽ സെല്ലിലേക്ക് തിരിച്ചു പഴയ രീതിയിലേക്ക് വരും. അപ്പൊ ഒരു സ്പോർ ഒരു സെല്ലേ ഉണ്ടാക്കുള്ളൂ. ഓക്കെ, then the spores are extremely resistant to the heat, radiation, desiccation, disinfecting chemicals, staining procedures. ഇതിനോടൊക്കെ റെസിസ്റ്റന്റ് ആണ് ഇത് ഈ സ്പോർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഓട്ടോക്ലേവ് ഉണ്ടല്ലോ, it is a high temperature at 121 degrees Celsius for 15 minutes or നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പോർ ഡെഡ് ആയി പോകും. നമ്മുടെ ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചറും ആണിത്. അപ്പൊ അതിന്റെ അകത്ത് സ്പോർ നശിക്കുന്നുണ്ട്. പക്ഷെ നോർമൽ ഹീറ്റ്, റേഡിയേഷൻ, ഡിസിൻഫെക്ടിങ് റിയേജൻസ്, ഇതിനോടൊക്കെ റെസിസ്റ്റന്റ് ആണ് ഇത് സ്പോർസ് എന്ന് പറയുന്നത്. സോ പിന്നെ ഇത് എന്താണ് ഈ സ്പോറിന്റെ ഇത്ര ഫംഗ്ഷൻ വരാൻ? ഇറ്റ് ക്യാൻ വയബിൾ ഫോർ സെഞ്ചുറീസ്. ഒരു അൺഫേവറബിൾ എൻവയോൺമെന്റ് വന്നപ്പോൾ അതൊരു സ്പോർ ഫോം ചെയ്തു. ഈ സ്പോറിന് വേറൊരു ഫേവറബിൾ എൻവയോൺമെന്റ് വന്നിട്ടില്ലെങ്കിലോ ഇറ്റ് റിമെയിൻഡ് ഫോർ സെഞ്ചുറീസ്. അത് അവിടെ കിടക്കും അടങ്ങി ഒതുങ്ങി. ഫേവറബിൾ എൻവയോൺമെന്റ് വരുന്നത് വരെ ഈ ഒരു സ്പോർ അവിടെ ഇങ്ങനെ ആ ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ നിലനിൽക്കും. ഓക്കെ, ആ സ്റ്റേജിനെയാണ് നമ്മൾ സ്പോറുലേഷൻ ഓർ സ്പോർ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്പോർ എന്ന് പറയുക. ഇനി ഒരു സ്പോർ ഇങ്ങനെയാണ് ഫോം ചെയ്യുക. നമുക്കൊരു നോർമൽ സെല്ലുണ്ട്, അതിനൊരു ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഇതിൽ നിന്ന് ഈ ഒരു DNA റെപ്ലിക്കേഷൻ നടക്കും. 2 DNA ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഏതില്? നമ്മുടെ സ്പോർ ഫോർമേഷൻ ആണ് നടക്കാൻ പോകുന്നത്. ഈ DNA റെപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ ഒരു സെപ്റ്റം ഫോം ചെയ്യും. ഓക്കെ, എ സെപ്റ്റം ഈസ് ഫോംഡ് ഇൻസൈഡ് ദ സെൽ. ഒരു സെപ്റ്റം ഫോം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റും? ഈ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഈസ് എൻട്രാപ്ഡ് ഇൻസൈഡ് ദ ഫോർ സ്പോർ. ഈ സെപ്റ്റത്തിന്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫോർ സ്പോർ എന്ന് പറയാം. ഈ ഫോർ സ്പോറിന്റെ ഉള്ളിലേക്ക് ഫുള്ള് കയറും. ഏത്? ഈ ജനറ്റിക് മെറ്റീരിയൽ, നമ്മുടെ സ്പ്ലിറ്റ് ചെയ്തിടുന്ന ഒരു ജനറ്റിക് മെറ്റീരിയൽ. അതിൽ നിന്ന് എന്ത് പറ്റും? ഈ ഒരു എൻഗൾഫ് ചെയ്യപ്പെടും. ഒരു സ്ട്രക്ചറിന്റെ അകത്തേക്ക് എൻഗൾഫ് ചെയ്യപ്പെടും. ഏത്? നമ്മുടെ DNA. ആൻഡ് ഒരു തിക്ക് വാൾ ഫോം ചെയ്യും. ഒരു തിക്ക് വാൾ ഈസ് ഫോംഡ് ഔട്ട്സൈഡ് ദ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ദെൻ ദ റപ്ചർ ഓഫ് ദ നോർമൽ സെൽ. നമ്മുടെ നോർമൽ സെല്ല് റപ്ചർ ചെയ്തു പോകും. പക്ഷെ സ്പോർ അത് അവിടെ തന്നെ ഉണ്ടാവും. ദെൻ ഈ ഇങ്ങനെ ഇതിൽ നിന്ന് ഈ സെല്ല് റപ്ചർ ചെയ്ത് പോയി, സെൽ വാൾ റപ്ചർ ചെയ്ത് പോയി കഴിഞ്ഞാൽ റിമെയിൻസ് എ സ്പോർ. ഇങ്ങനെയാണ് സ്പോറിന്റെ ഫോർമേഷൻ നടക്കുക. അപ്പൊ സ്പോറുലേഷൻ, സ്പോർ ഫോർമേഷൻ ഒക്കെ നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഈ ഫിഗറും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് സ്പോറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. Then we are moving on to the next topic is plasmids. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്ന സാധനമാണ് പ്ലാസ്മിഡ്സ്. എന്താണ് പ്ലാസ്മിഡ്സ്? They are circular, short circular double stranded genetic material present inside the cytoplasm. നമ്മുടെ നോർമൽ DNA അല്ലാതെ ബാക്ടീരിയയിൽ കാണുന്ന വേറൊരു ജനറ്റിക് മെറ്റീരിയൽ ആണ് ഏത്? പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. They are unicellular, they are circular, short and double stranded segment of DNA. Okay, they are capable of autonomous replication. Autonomous replication എന്ന് പറഞ്ഞാൽ അതിനെ ഒറ്റയ്ക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. And it also acts as a vector, ഒരു വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യും in genetic engineering. അതിന്റെ അകത്ത് എങ്ങനെയാണ് ആക്ട് ചെയ്യുക? ഇറ്റ് ക്യാൻ ട്രാൻസ്പോർട്ട് ദി ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയലിനെ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യും? ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ജനറ്റിക് മെറ്റീരിയലിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പ്ലാസ്മിഡ്സ് ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് ആക്ട്സ് ആസ് എ വെക്ടർ ഇൻ ജനറ്റിക് മെറ്റീരിയൽ. അതായത് ഒരു ട്രാൻസ്പോർട്ടറാണ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ഓൾസോ സീൻ ഇൻ ഈസ്റ്റ്. ഈസ്റ്റിലും എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? പ്ലാസ്മിഡ് കാണാൻ സാധിക്കുന്നുണ്ട്. What are the types of plasmid? Conjugated and non-conjugated plasmids. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി ഇത്രയും പോയിന്റ്സ് അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനെ പ്ലാസ്മിഡ്സിൽ നിന്ന് ചോദിക്കുള്ളൂ.
അപ്പൊ എന്താ എഴുതുക, അതെന്താണെന്ന് എഴുതുക, അതിന്റെ ഈ കാര്യങ്ങൾ, ഈ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതുക, വാട്ട് ആർ ദ ടൈപ്സ് എന്ന് എഴുതുക. ഇത്ര എഴുതിയാൽ മതി, അല്ലാതെ കാർഡടച്ച് വെടിവെച്ച് എഴുതേണ്ട ആവശ്യമില്ല. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ നിങ്ങൾ കാർഡടച്ച് വെടിവെച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 3 മാർക്ക് അല്ലെങ്കിൽ 3.5 മാർക്സ്. ഒരു 4 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു 2.5 മാക്സിമം. അപ്പം നിങ്ങൾ എത്രയൊക്കെ കുറച്ച് ഇത്രയും പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് 2.25 അല്ലെങ്കിൽ 2.5 എന്തായാലും കിട്ടും. വെറുതെ മൊത്തം എഴുതിയാൽ ഒരിക്കലും ഒരാളും ഫുൾ മാർക്ക് ഇടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അമ്മ അതിൽ എഴുതി വെക്കണം. പക്ഷെ അമ്മ അതിൽ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവും, നമുക്ക് ഫോക്കസ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് കളിക്കുക, ബുദ്ധിപരമായിട്ട് പഠിക്കുക. ഓക്കെ, ടെക്നിക്കലി നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളെ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ടോപ്പിക്സും ഈസിലി കവർ ചെയ്ത് പോകാൻ പറ്റും. പെട്ടെന്ന് എങ്ങനെ പഠിച്ചെടുക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക. മുന്നോട്ട് പോവുക, അടിപൊളിയായിട്ട് ഫുൾ പവറിൽ കൂടെ നിൽക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് ബൈ.